വിവാദങ്ങൾക്കിടെ പി.വി. അൻവർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച ഉടൻ എം.എൽ.എ. ഹോസ്റ്റലിൽ അല്പസമയത്തിനകം പി.വി. അൻവർ പുറപ്പെടും. എം.എൽ.എ. ഹോസ്റ്റലിന് മുന്നിൽ നിന്ന് ഷഫീദ് റാവുത്തറിലേക്ക് വീണ്ടും. ഷഫീദ്, ഇപ്പോൾ ഇന്നലെ നമുക്കറിയാം വാർത്താ സമ്മേളനത്തിനൊക്കെ ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത് ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്നുള്ളതാണ്. ഇദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയുള്ള അന്വേഷണമാകും ഉണ്ടാവുക എന്ന് പൊതുവെ കരുതിയിരുന്നു. പക്ഷേ അതും ഉണ്ടായിട്ടില്ല എന്നത് വളരെ പ്രധാനമാണ്. കീഴ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിലുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് പി.വി. അൻവറിന് പറയാനുള്ളത് എന്നത് കൂടി അദ്ദേഹം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമോ? നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പി.വി. അൻവർ ഈ വിഷയങ്ങളിൽ ഇതുവരെ നടന്ന എല്ലാ അപ്ഡേറ്റുകളും മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. മാത്രവുമല്ല, ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെ എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം, ആ ഉത്തരവിൽ എവിടെയും എം.ആർ. അജിത് കുമാറിനെതിരെ ഉള്ള അന്വേഷണമാണെന്ന് പറയുന്നില്ല. പകരം ഈ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് കറക്റ്റായി, അതായത് ക്രോസ് ടു ദ കോറാണ് എന്ന് പറയാൻ കഴിയില്ല. ആ രീതിയിലുള്ള അന്വേഷണമാണെന്ന് പി.വി. അൻവറിന് അഭിപ്രായമില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ അതൃപ്തി അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിക്കും, മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കും എന്നുള്ള കാര്യത്തിലും ഒരു ഇതില്ല. പൊതുവേദിയിൽ ഈ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി 11 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നിശ്ചയിച്ച് ആ തീരുമാനം ഉത്തരവായിട്ട് ഇറക്കിയത്. മാത്രമല്ല, ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ തലസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാമെന്നും ഈ വിശദമായ അന്വേഷണം വേണമെന്നും രേഖാമൂലം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു എം.ആർ. അജിത് കുമാർ വ്യക്തമാക്കിയത്. പക്ഷേ തീരുമാനം വന്നപ്പോൾ അന്വേഷണ സംഘം എന്നതിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങി. അതിൽ പി.വി. അൻവറിന് കാര്യമായിട്ടുള്ള എതിർപ്പും വിയോജിപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ തീരുമാനം അല്ലെങ്കിൽ അക്കാര്യം അതൊരു പ്രഹസനമാണോ അന്വേഷണം എന്നുള്ള വിവരം അത് ഒരു അതൃപ്തി എന്നോണം പി.വി. അൻവർ മുഖ്യമന്ത്രിയെ അറിയിച്ചേക്കുമെന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കാരണം പി.വി. അൻവറിനെ സംബന്ധിച്ച് ഒരു 3 ദിവസം 4 ദിവസം അദ്ദേഹം തുടർച്ചയായി ഓരോ ആരോപണങ്ങളായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനം പി.വി. അൻവർ ഏതെങ്കിലും തരത്തിൽ പി.വി. അൻവറിന് ഒരു ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് പിന്തുണയുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ബലപ്പെട്ടിരുന്നു. ആ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അന്വേഷണം നടക്കും എന്ന് മുഖ്യമന്ത്രി ഒരു പൊതുവേദിയിൽ പ്രഖ്യാപിക്കുകയും തിരിച്ച് തിരുവനന്തപുരത്തെത്തി അന്തർനാടകങ്ങൾക്കൊടുവിൽ ആ തീരുമാനം മാറ്റുകയും ചെയ്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം, അത് പി ശശിക്ക് ഏതെങ്കിലും തരത്തിൽ എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള നീക്കം അത് പി ശശിയിലെത്തി നിൽക്കുമോ, അത് പിന്നീട് പാർട്ടിക്ക് തലവേദനയാകുമോ, പ്രതിപക്ഷത്തിന് വെട്ടിവെച്ചു കൊടുക്കുന്ന വടിയാകുമോ എന്നതടക്കമുള്ള സംശയങ്ങൾ, അതുകൊണ്ടാണ് ഒരു മാറി ചിന്തയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും അല്പസമയത്തിനുള്ളിൽ പി.വി. അൻവർ എം.എൽ.എ. ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്കിറങ്ങും. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുണ്ട്. മുഖ്യമന്ത്രി മുൻകൂർ നിശ്ചയിച്ച ഒരു യോഗത്തിന് ശേഷം ആ യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയും എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഈ മുഖ്യമന്ത്രി സെക്രട്ടറിയിൽ തുടരുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി സെക്രട്ടറിയിലേക്ക് എത്തി പി.വി. അൻവർ ഇക്കാര്യങ്ങളൊക്കെ ധരിപ്പിക്കും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പി.വി. അൻവർ നൽകുന്ന തെളിവുകൾ അതായിരിക്കും ഇനി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്. അതിൽ തന്നെയാണ് ഏറ്റവും പ്രധാന കാര്യമുള്ളത്. ഷഫീദ്, ഇപ്പോൾ ഈ കാര്യത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ്, സർക്കാരാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. പക്ഷേ എങ്കിൽ പോലും താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത്രയും വിശ്വാസയോഗ്യമാണ് എന്നത് മുഖ്യമന്ത്രിയെ നേരിട്ടറിയിക്കുന്നതിന് വേണ്ടി കൂടിയല്ലേ ഈ കൂടിക്കാഴ്ച? ഈ ഘട്ടത്തിൽ പി.വി. അൻവറിനെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമല്ലേ? അനുജ, പി.വി. അൻവറിനെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറിയോ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ കൗതുകം. കാരണം ഇന്നലെയും CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനോട് പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആരോപണങ്ങളൊക്കെ അന്വേഷിക്കപ്പെടട്ടെ എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയാകട്ടെ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളുണ്ട്. പോലീസിലെ പുഴുക്കുത്തുകളെ തുടരാൻ അനുവദിക്കില്ല എന്നടക്കമുള്ള ചില വാക്കുകൾ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. അപ്പോഴൊക്കെ നമ്മൾ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെ കണ്ടത്. കാരണം അങ്ങനെയൊക്കെ മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ വേദിയിൽ ഈ വിവാദങ്ങളൊക്കെ ഉയർന്നു നിൽക്കുമ്പോൾ പറയേണ്ടി വരുന്നൊരു സാഹചര്യം, അത് സർക്കാർ അല്ലെ പോലീസിന്റെ തലപ്പത്ത് ചില അഴിച്ചുപണികൾക്ക് സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകളായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞത് തിരുവനന്തപുരത്ത് നടന്ന അന്തർനാടകങ്ങൾക്കൊടുവിലാണ്. കാരണം തിരക്കിട്ട നീക്കങ്ങൾ ആഭ്യന്തര വകുപ്പിലും സർക്കാരിലും ഒക്കെ നടന്നു. പാർട്ടിയുമായി കൂടിയാലോചനകൾ നടന്നു. അതിനുശേഷമാണ് തൽക്കാലം അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കിക്കൊണ്ടുള്ള അന്വേഷണം. ആ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പി.വി. അൻവർ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളും വരികയാണെങ്കിൽ അതിനകത്ത് വലിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ കസ്റ്റംസ് നേരിട്ട് നടപടിക്കൊരുങ്ങുന്ന സ്വർണ്ണക്കടത്ത് ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ അത് SP സുജിത്ദാസ് വഴി എം.ആർ. അജിത് കുമാറിലേക്കും നീളുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിലേക്ക് നീണ്ടാൽ അത് സർക്കാരിന് തന്നെ അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികൾ, രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതടക്കം ഒഴിവാക്കുക കൂടി സർക്കാർ ലക്ഷ്യം വെക്കുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും പി.വി. അൻവർ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ പറയുന്ന കാര്യങ്ങൾ, അതിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ
തിരോധാനം, കൊലപാതകം, സ്വർണ്ണക്കടത്ത് സംഘം, സോളർ അടക്കമുള്ള കേസുകളിലെ ADGP MR അജിത്കുമാറിന്റെ ഇടപെടൽ, ചില അഡ്ജസ്റ്റ്മെന്റുകൾ, ഇതടക്കമുള്ള വിഷയങ്ങളിൽ തെളിവുകൾ കൊടുക്കുകയാണെങ്കിൽ ആ തെളിവുകളിൽ ചിലത് PV അൻവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്നും ആ തെളിവ് നിലവിൽ ഇപ്പോൾ ഓപ്പൺ ആക്കാത്തത്, പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വിടാത്തത്, അത് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് കൊണ്ടുമാണെന്ന് PV അൻവർ ഇന്നലെ ആവർത്തിച്ചു. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ഇക്കാര്യത്തിൽ ഗൗരവത്തോടെ കാണുന്നത് PV അൻവർ നൽകുന്ന തെളിവുകളെ കുറിച്ചാണ്. ആ തെളിവുകളിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തുടർ തീരുമാനം അതും നിർണായകമാകും. 11-12 മണിക്ക് മുഖ്യമന്ത്രി സമയം അനുവദിച്ചു എന്നുള്ളതാണ് PV അൻവർ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ 11:58 ആയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം നമുക്ക് PV അൻവർ മുഖ്യമന്ത്രിയുമായി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് കൂടിക്കാഴ്ച. MLA ഹോസ്റ്റലിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടോ ഒരു വാഹനം പുറത്തേക്ക് പോകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാഹനമാണോ എന്നത് വ്യക്തമല്ല. ഏതായാലും കൂടിക്കാഴ്ച അല്പസമയത്തിനകം ഉണ്ടാകും. അദ്ദേഹം ഈ കാര്യത്തിൽ എന്തൊക്കെയാണ് തനിക്ക് പറയാനുള്ളത് നേരിട്ട് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. മുഖ്യമന്ത്രി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലും ഒക്കെ ഒരു വ്യക്തതയുണ്ടാകും. അപ്പോൾ അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. എന്താണ് PV അൻവറിന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ പറയാനുള്ളത് എന്നതും അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നതാണ്. ഏതായാലും മാധ്യമങ്ങളെ PV അൻവർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാണും, കാര്യങ്ങൾ ധരിപ്പിക്കും.